എനിക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് എടുക്കണം. NI ആക്ടിനെ കുറിച്ചുള്ള ഞാനത് പിന്നെ അതിന്റെ വോട്ടിങ്ങിനെ കുറിച്ചുള്ള പഠിച്ചിട്ട് പറയാം, അതേക്കുറിച്ച് പറയാം. അല്ല, അത് ഒരു 100 കണക്കിന് നിയമങ്ങൾ പാസ്സാവുന്നു, ഓരോ നിയമത്തിലും എടുത്തിരിക്കുന്ന അതേക്കുറിച്ച് പഠിച്ചു പറയും. അല്ല, അതേ സംബന്ധിച്ച് പാർലമെന്റിൽ ഞങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്, പ്രതിപക്ഷം എടുത്തിരിക്കുന്ന ഒറ്റക്കെട്ടായ തീരുമാനമാണ്. അതിൽ ഞങ്ങൾ അക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. പാർലമെന്റ് 4 വർഷം മുമ്പ് പാസാക്കിയ NIA ഭേദഗതി നിയമം വീണ്ടും ചർച്ചകളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. NIA ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് വോട്ട് ചെയ്തോ ഇല്ലയോ എന്ന് പഠിച്ചിട്ട് പറയാമെന്ന പത്തനംതിട്ട MP ആന്റോ ആന്റണിയുടെ മറുപടിയാണ് ചർച്ചകൾക്ക് വീണ്ടും ഇടം നൽകിയത്. എന്തായിരുന്നു 2019 NIA ഭേദഗതി ബിൽ? 2008 കൃത്യമായി പറഞ്ഞാൽ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് NIA അഥവാ ദേശീയ അന്വേഷണ ഏജൻസി രൂപീകരിക്കുന്നത്. അതുവരെ അന്വേഷണ പരിധിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് പുറമെ മനുഷ്യക്കടത്ത്, കള്ളനോട്ട്, നിരോധിത ആയുധങ്ങളുടെ വിൽപ്പന, സൈബർ ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങൾ കൂടി അന്വേഷിക്കാനുള്ള അധികാരം NIAക്ക് നൽകുന്നു. ഒപ്പം നിലവിലെ നിയമ സംവിധാനങ്ങളെ മറികടന്ന് പ്രത്യേക വിചാരണ കോടതികളെ നേരിട്ട് നിയമിക്കാനുള്ള അധികാരവും NIAക്ക് നൽകുന്നതായിരുന്നു ഭേദഗതി. രാജ്യത്തിന് പുറത്ത് ഇന്ത്യക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരവും ബിൽ നിയമമായതിലൂടെ NIAക്ക് കൈവന്നു. എന്നാൽ വിശാലമായ ഈ അധികാരം പൗരന്മാരുടെ മൗലികാവകാശ ലംഘനത്തിന് വഴിയൊരുക്കുമെന്നും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെ വ്യാജ കേസുകളിൽ കുടുക്കുമെന്നുമായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയിരുന്ന പ്രധാന ആശങ്ക. നിയമം സർക്കാർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രതിപക്ഷം വോട്ടെടുപ്പിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? 2019 ജൂലൈ 15 ബിൽ ലോക്സഭയിൽ വന്നപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷ നിരയ്ക്ക് നേരെ ഒരു അസ്ത്രം പ്രയോഗിച്ചു. ദേശസുരക്ഷയെ എതിർക്കുന്നവരെ രാജ്യം കാണട്ടെ. ആ ഒറ്റ പ്രയോഗത്തിൽ വീണുപോയി പ്രതിപക്ഷം. ബില്ലിനെ എതിർത്ത് നിലപാടെടുത്ത കോൺഗ്രസ് ബില്ലിനായി വോട്ട് ചെയ്തു. കോൺഗ്രസ് അടക്കം 278 അംഗങ്ങൾ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 6 പേർ മാത്രമാണ് എതിർത്തത്. ആരാണ് ആ 6 പേർ? 1 AM ആരിഫ്, 2 കോയമ്പത്തൂരിൽ നിന്നുള്ള CPM MP PR നടരാജൻ, 3 CPI MP K സുബ്ബരായൻ, 4 നാഷണൽ കോൺഫറൻസ് MP ഹസ്നൈൻ മസൂദി, AMIM MPമാരായ അസുദ്ദീൻ ഒവൈസിയും ഇംതിയാസ് ജലീലും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു. കേരളത്തിലെ ചില കോൺഗ്രസ് MPമാർ ആശങ്ക അറിയിച്ചിരുന്നെങ്കിലും ദേശീയ താൽപ്പര്യം മുൻനിർത്തി ചിന്തിക്കാനായിരുന്നു കോൺഗ്രസ് നേതൃത്വം MPമാരോട് ആവശ്യപ്പെട്ടത്. മുസ്ലിം ലീഗ് ആകട്ടെ ബില്ലിനോട് ശക്തമായി വിയോജിച്ചു. എന്നാൽ വോട്ടെടുപ്പ് സമയമായപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും ഇറങ്ങിപ്പോയി. ലോക്സഭയിൽ കോൺഗ്രസ് വോട്ട് ചെയ്തെങ്കിൽ രാജ്യസഭയിൽ ശബ്ദ വോട്ടോടെ ബിൽ പാസാക്കാൻ ഒപ്പം നിന്നു.